أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്താൽ അവർക്ക് ലഭിക്കുമോ ഇല്ലേ എന്ന വിഷയത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാഥൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം നമ്മെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, അല്ലെങ്കിൽ കൂട്ടുകുടുംബാദികൾ, മാമ ഉപ്പാപ്പമാർ, അവരിൽ പലരും ഇന്ന് 6 അടി മണ്ണിലാണുള്ളത്. അവർക്ക് വേണ്ടി എന്താണ് നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്? നമ്മെ പോറ്റി വളർത്തി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി എന്താണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്? സുന്നികൾ ചെയ്യുന്നത് അവരുടെ ഹദറത്തിലേക്ക് ധാരാളം ഖത്മുകളും ധാരാളം ജുസ്ഉകളും ധാരാളം തഹ്ലീലുകളും ഓതി അവരുടെ ഹദറത്തിലേക്ക് ഹദിയ ചെയ്ത് ദുആ ചെയ്യുന്നൊരു പതിവ് സുന്നികൾക്കുണ്ട്. എന്നാൽ മുജാഹിദുകൾ പറയുന്നു, മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്താൽ അവർക്കത് ലഭിക്കുകയില്ല, അവരിലേക്ക് എത്തുകയില്ല, അവർക്കതിൽ യാതൊരു ഉപകാരവും ലഭിക്കുകയില്ല. മാത്രമല്ല അത് ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും നരകത്തിലേക്കാണ് എന്നാണ് മുജാഹിദുകളുടെ വാദം. എന്നാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ഖുർആൻ പാരായണം ചെയ്താൽ ലഭിക്കുമോ ലഭിക്കില്ലേ, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിന് മുമ്പ് എനിക്ക് മുജാഹിദ് സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ വീഡിയോയുടെ ആദ്യ ഭാഗം മാത്രം കണ്ട് നെഗറ്റീവ് കമൻസും റിയാക്ഷനും വിട്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടാവാതെ, മറിച്ച് സത്യം മനസ്സിലാക്കണമെന്ന നല്ലൊരു ഉദ്ദേശത്തോടുകൂടി അവസാനം വരെ കണ്ടതിന് ശേഷം എന്ത് കമൻസ് വേണമെങ്കിലും ഇടാവുന്നതാണ്. അല്ലാഹു തആല ഈ വീഡിയോയിലൂടെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇവിടെ കാണിക്കുന്ന സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി മൗലവിയുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കാണണമെന്ന് എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇത് ആരുടേതാണ് ഈ ഇബാറത്ത്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ഷാഫി മദ്ഹബുകാർക്ക് തീർച്ചയായും ഇമാം നവവിയെ അറിയാതിരിക്കുകയില്ല റഹ്മത്തുള്ളാഹി അലൈഹി. 2ാം ഷാഫിഈ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം ഷാഫി മദ്ഹബിൽ അത്രമാത്രം പാണ്ഡിത്യമുള്ള മുഹദ്ദിസാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ നമുക്കറിയാം. നിങ്ങളെല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു എന്ന് വിചാരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ ഇത്ര കണ്ട് പുകഴ്ത്തി പറയുകയും 2ാം ഷാഫി എന്ന പേരിലാണ് പ്രസിദ്ധമായത്, വലിയ മുഫക്കിഹാണ്, വലിയ മുഹദ്ദിസാണ്, ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളുള്ള മഹാനാണ് എന്ന് വരെ പറഞ്ഞ് ഈ ഇമാമിന്റെ മേലിൽ പോലും അവസാന ഭാഗം എത്തുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഇമാമിന്റെ പേരിലാണ് കളവ് ഉദ്ധരിക്കുന്നത്, കളവ് പ്രചരിപ്പിക്കുന്നത്, കളവ് ആരോപിക്കുന്നത്. അല്ലാഹു തആല ഈ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്ന് പറയുന്ന മൗലവിക്ക് സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പോകാം. എന്നാൽ നമ്മുടെ മദ്ഹബിൽ മഷ്ഹൂറായ ഖൗല്, പ്രസിദ്ധമായ ഖൗല് ഏതാണ്? ഈ നമ്മുടെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന മദ്ഹബ് ഷാഫി മദ്ഹബാണ്. ഷാഫി മദ്ഹബിൽ എന്താണ് മഷ്ഹൂറായ ഖൗല്? അന്ന ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതിയാൽ ലാ യസ്ലു സവാബുഹാ, അതിന്റെ പ്രതിഫലം എത്തുകയില്ല. കാരണം അത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. വഖാല ജമാഅത്തും മിൻ അസ്ഹാബിനാ യസ്ലുഹു സവാബുഹാ. എന്നാൽ ഷാഫി മദ്ഹബിലെ ചില സാഹിബുകൾ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അല്ല, അദ്ദേഹത്തിന്റെ ആ വിഷയത്തിലെ മദ്ഹബിനെ പിൻപറ്റുന്നവരുമല്ല, മറിച്ച് ഷാഫി മദ്ഹബ് പിൻപറ്റുന്നു എന്നവകാശപ്പെടുന്നവരിൽ ചിലർ അങ്ങനെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബാലുശ്ശേരി മൗലവി വേണമെന്ന രീതിയിലാണ് അസ്ഹാബി എന്നതിന്റെ അർത്ഥം മാറ്റി പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഷാഫി മദ്ഹബിലെ ഉലമാക്കൾ എന്ന് വാദിക്കുന്നവരിൽ ചിലർ എന്നാണ് അർത്ഥം വെച്ചത്. എന്നാൽ അസ്ഹാബിനിക്ക് എന്താണ് അർത്ഥം? ഷാഫി മദ്ഹബിലുള്ള ഉലമാക്കൾ, ഒരു കൂട്ടം ഉലമാക്കൾ എന്നാണ് ജമാഅത്തു മിൻ അസ്ഹാബിന എന്നതിനുള്ള അർത്ഥം. വേണമെന്ന രീതിയിൽ ഇവിടെ ദുർവ്യാഖ്യാനിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വീഡിയോ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വഹാബിയാണെന്ന് പറയേണ്ടി വരും. എന്നാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയൊക്കെ ജനിക്കുന്നതിന്റെ
ഒരുപാട് വർഷം മുമ്പ് ജനിച്ച് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരാണ്. ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതന്മാരാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ അൽ അദ്കാർ എന്ന കിതാബിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വഖ്തലഫൽ ഉലമാഉ ഫീ വുസൂലി സവാബി ഖിറാഅത്തിൽ ഖുർആൻ. ഖുർആൻ ഓതിയിട്ട് അത് മയ്യത്തിന് ഹദിയ നൽകിയാൽ അത് അവിടെ എത്തുമോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഫൽ മഷ്ഹൂറു മിൻ മദ്ഹബി ഷാഫിഈ, ഷാഫി മദ്ഹബിലെ മഷ്ഹൂറായ അഭിപ്രായം വ ജമാഅ, അതേപോലെ തന്നെ ഒരു വലിയ സംഘത്തിന്റെ അഭിപ്രായം അന്നഹു ലാ യസിൽ, അത് എത്തൂല എന്നാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി കട്ട് വായിക്കുന്ന വീഡിയോ കിതാബിന്റെ ഇബാറത്ത് സഹിതം എന്താണെന്ന് കണ്ടു എന്ന് വിചാരിക്കുന്നു. അന്നഹു ലാ യസിൽ, എങ്ങനെയാണ് എത്തുകയില്ല എന്ന് പറഞ്ഞത് എന്ന് പറയാതെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മേലിലും ഇമാം നവവി റളിയല്ലാഹുവിന്റെ മേലിലും കട്ട് വായിച്ചുകൊണ്ട് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വേണമെന്ന രീതിയിൽ പേജ് നോക്കി വായിക്കുമ്പോൾ പോലും തെറ്റുന്നു എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് എത്തുന്നത്? അന്നഹു ലാ യസിൽ, എങ്ങനെ എത്തുമെന്ന് പറയാതെ എത്തുകയില്ല എന്ന് പറഞ്ഞ് കട്ട് വായിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത്ര മാത്രമാണോ ഉള്ളത്? അല്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹുവിന്റെ അദ്കാർ എന്ന് പറയുന്ന കിതാബിലെ 1-ാം വാള്യം 172-ാമത്തെ പേജാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അയാൾ വായിച്ചത്, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വായിച്ചത് അന്നഹു ലാ യസിൽ, എത്തുകയില്ല. അതാണ് ഷാഫി ഇമാമിന്റെയും ഒരു കൂട്ടം പണ്ഡിതന്മാരുടെയും പ്രസിദ്ധമായ കൗല്. എങ്ങനെ എത്തുകയില്ല എന്നതാണ്. എത്തുകയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ എത്തുകയില്ല എന്നതാണ് അവിടെ പറഞ്ഞത്. അതിന് ശേഷമുള്ളത് വായിക്കണം. വദഹബ അഹ്മദ് ഇബ്നു ഹംബലിൻ റളിയല്ലാഹു അൻഹു വജമാഅത്തും മിനൽ ഉലമാഇ വജമാഅത്തും മിൻ അസ്ഹാബി ശാഫിഈ ഇലാ അന്നഹു യസിലു. ിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കിതാബിന്റെ ഇബാറത്ത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. അയാൾ വായിച്ചത് മാത്രമാണോ ഉള്ളത്? അല്ല, ഇമാം നവവി റളിയല്ലാഹു അൻഹു ബാക്കി കൂടെ പറഞ്ഞിട്ടുണ്ടോ? അയാൾ കട്ട് വായിച്ചതാണോ അല്ലേ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വദഹബ അഹ്മദ് ഇബ്നു ഹംബലിൻ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവും വജമാഅത്തു മിനൽ ഉലമാഇ, ഉലമാക്കളിൽ നിന്നുള്ള ഒരു കൂട്ടം പണ്ഡിതന്മാരും മാത്രമല്ല വജമാഅത്തു മിൻ അസ്ഹാബി ശാഫിഈ, ഷാഫി മദ്ഹബിലെ ഉലമാക്കളിൽ നിന്നുള്ള ഒരു കൂട്ടം പണ്ഡിതന്മാരും പറയുന്നത് ഇലാ അന്നഹു യസിലു, ആ ഖുർആൻ പാരായണം എത്തും എന്നാണ്. വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. അതിന്റെ ബാക്കി നോക്കുക. ഫൽ ഇഖ്തിയാറു, അപ്പോൾ ഏറ്റവും നല്ലത് അയ്യഖൂലൽ ഖാരിഉ, ഓതുന്നവൻ പറയലാണ് ബഅദ ഫറാഇഹി, ആ ഓത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ, അല്ലാഹുവേ ഔസിൽ, നീ എത്തിക്കണേ സവാബ മാ ഖറഅതഹു ഇലാ ഫുലാനിൻ, അല്ലാഹുവേ ഞാൻ ഓതിയതിന്റെ കൂലിയെ ഇന്നാലിന്ന ആളിലേക്ക് നീ എത്തിക്കണേ എന്ന് പറയൽ ആണ് ഏറ്റവും നല്ലതെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്. പ്രിയമുള്ള മുജാഹിദ് സുഹൃത്തുക്കളോട് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടെ എന്താണ് പറഞ്ഞത്? ഷാഫി ഇമാം പറഞ്ഞത് ഖുർആൻ ഓതാൻ പാടില്ല എന്നാണോ പ്രസിദ്ധമാക്കിയത്? അല്ലെങ്കിൽ ഖുർആൻ ഓതിയാൽ അവർക്ക് പ്രതിഫലം ലഭിക്കുകയില്ല എന്നതിനെയാണോ പ്രസിദ്ധമാക്കിയത്? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് വിദ്അത്ത് എന്നാണോ പ്രസിദ്ധമാക്കിയത്? അതിനെയാണോ ഇവിടെ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അല്ല, മറിച്ച് എന്താണ് ഷാഫി ഇമാമും ഷാഫി ഇമാമിന്റെ കൂടെയുള്ള ഒരു കൂട്ടം പണ്ഡിതന്മാരും പറയുന്നത് ഖുർആൻ ഓതിയാൽ മാത്രം ലഭിക്കുകയില്ല, മറിച്ച് ഓതിയതിന് ശേഷം അല്ലാഹുമ്മ ഔസിൽ സവാബ മാ ഖറഅതഹു ഇലാ ഫുലാനിൻ, അല്ലാഹുവേ ഞാൻ ഓതിയതിന്റെ പ്രതിഫലം ഇന്നാലിന്ന ആളിലേക്ക് നീ എത്തിക്കണേ അല്ലാ എന്ന് ഓതിയതിന് ശേഷം അവർക്ക് വേണ്ടി ഹദിയ ചെയ്ത് ദുആ ചെയ്യണമെന്നാണ് ഷാഫി ഇമാമും ഒരു കൂട്ടം പണ്ഡിതന്മാരും പ്രസിദ്ധമായ കൗല്. എന്നാൽ ഷാഫി മദ്ഹബിലെ തന്നെ വേറെ ഒരു കൂട്ടം പണ്ഡിതന്മാര് പറയുന്നത് മാത്രമല്ല, ബാക്കിയുള്ള ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള 3 മദ്ഹബിലെ ഇമാമിങ്ങളും മറ്റുള്ള എല്ലാ ഉലമാക്കളും പറയുന്നത്, എല്ലാ ഉലമാക്കളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങളും പറയുന്നത് ഓതിയാൽ മാത്രം മതി. കാരണം ഓതുന്നത് ആർക്ക് വേണ്ടിയാണ്? മയ്യിത്തിന് വേണ്ടിയാണ്. അത് തന്നെ അവർക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഷാഫി ഇമാമും ഒരു കൂട്ടം പണ്ഡിതന്മാരും പറയുന്നു ഓതിയാൽ മാത്രം പോരാ, ഓതിയതിന് ശേഷം അവരുടെ ഹലറത്തിലേക്ക് ഹദിയ ചെയ്ത് ദുആ ചെയ്യണം എന്നാണ് ഇവിടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാർ എന്ന കിതാബിൽ ഷാഫി ഇമാം പ്രസിദ്ധമാക്കിയത് വളരെ വ്യക്തമായി പറയുകയാണ്. അല്ലാതെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറഞ്ഞതുപോലെ, അല്ലാതെ മുജാഹിദുകൾ പറയുന്നത് പോലെ, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നത് പോലെ ഷാഫി ഇമാമോ ഒരു കൂട്ടം പണ്ഡിതന്മാരോ ഖുർആൻ ഓതരുത്, ഓതിയാൽ ഉപകാരം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അതുവരെയുള്ളത് ലഭിക്കുകയില്ല, എങ്ങനെ ലഭിക്കുകയില്ല, എന്താണ് ഷാഫി ഇമാം പറഞ്ഞത് എന്ന് വേണമെന്ന രീതിയിൽ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കട്ട് വായിച്ചതാണ്. കാരണം എന്തേ? അറിയാത്തതാണ്. എനിക്ക് കണ്ടില്ല എന്ന് പറഞ്ഞ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിക്ക്
ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. കാരണം എന്ത്? അന്നഹു ലായസിൽ എന്ന് പറഞ്ഞതിന്റെ അപ്പുറത്തുള്ള വേർഡാണ്. വദഹബ അഹ്മദ് ഇബ്നു ഹംബലിൻ വജമാഅത്തു മിനൽ ഉലമാഇ വജമാഅത്തു മിൻ അസ്ഹാബി ഷാഫി എന്നുള്ളത് അപ്പുറം തന്നെയുള്ള വേർഡാണ്. അല്ലെങ്കിൽ 2 ലൈന് പോലും അപ്പുറമല്ല, അപ്പുറം തന്നെ തൊട്ടു നിൽക്കുന്ന വേർഡ് ആയതുകൊണ്ട്, ഭാഗമായതുകൊണ്ട് ഇനി ഒരു നിലക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. കട്ട് വായിച്ചതാണ്. മാത്രമല്ല ഇനിയുള്ള വീഡിയോസും നിങ്ങൾ കാണുക. എന്താണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെയും അഭിപ്രായം എന്ന് വളരെ വ്യക്തമായി ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കാണുക. ബാക്കി വീഡിയോയിലേക്ക് പോകാം. അദ്ദേഹത്തെ പിൻപറ്റുന്നവരുമെല്ലാം പറയുന്നത് മരിച്ചവർക്ക് ഖുർആൻ ഓതി അതിന്റെ സവാബ് ഹദിയ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ്. എത്ര വ്യക്തമായിട്ടാണ്! ഇതിനെ നമുക്ക് ഒരു വഹാബികളുടെ അഭിപ്രായമായിട്ട് കരുതാൻ സാധിക്കുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. എന്താണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഇവിടെ പറയുന്നത്? ഇങ്ങനെയാണോ ശറഹ് മുസ്ലിമിലുള്ളത്? ഷാഫി ഇമാമിനെ പിൻപറ്റുന്ന എല്ലാ ഉലമാക്കളും ഖുർആൻ ഓതിയാൽ ഒരു ഉപകാരവുമില്ല, ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്നാണോ ശറഹ് മുസ്ലിമിലുള്ളത്? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറയുകയാണ്, 2-ാം വാള്യം 205-ാമത്തെ പേജിൽ പറയുന്നു, വസ്തഹബ്ബൽ ഉലമാഉ ഖിറാഅത്തുൽ ഖുർആനി ഇൻദൽ ഖബരി ലിഹാദൽ ഹദീസി ലിഅന്നഹു ഇദാ കാന യുർജ തഖ്ഫീഫു ബിതസ്ബീഹിൽ ജരീദതി ഫതിലാവത്തുൽ ഖുർആനി ഔലാ. എന്താണ് ഇവിടെ പറയുന്നത്? ഇമാം നവവി റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. മുജാഹിദ് സുഹൃത്തുക്കളോട് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന പരിശുദ്ധമായ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിനിക്കുള്ള ശറയിലാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്താണ് ആ ഹദീസ്? ഖബറിൽ ശിക്ഷ ലഭിക്കുന്ന 2 ആളുകളുടെ ഖബറിന്റെ അരികിലൂടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുമ്പോൾ ഒരു ഈന്തപ്പന മട്ടൽ 2ആയി ഭാഗിച്ച് ഓരോ ഖബറിലും ഓരോ കഷ്ണം കുത്തിയതിനെ പരാമർശിക്കുന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വസ്തഹബ്ബൽ ഉലമാഉ ഉലമാക്കൾ സുന്നത്താണെന്ന് പറഞ്ഞിരിക്കുന്നു. ഖിറാഅത്തുൽ ഖുർആനി ഖുർആൻ പാരായണം ചെയ്യൽ എവിടെ വെച്ച്? ഇൻദൽ ഖബരി ഖബറിന്റെ അടുക്കൽ വെച്ച്. എന്ത്? ലിഹാദൽ ഹദീസി ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. ലിഅന്നഹു തീർച്ചയായും കാരണം ഇദാ കാന യുർജ തഖ്ഫീഫു ബിതസ്ബീഹിൽ ജരീദതി ഈന്തപ്പന മട്ടിലിന്റെ തസ്ബീഹ് കാരണം ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിൽ ഫതിലാവത്തുൽ ഖുർആനി ഔലാ ഖുർആൻ പാരായണം അതിനേക്കാൾ കൂടുതൽ ബന്ധപ്പെട്ടതാണല്ലോ എന്ന് വളരെ വ്യക്തമായി ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ 2-ാം വാള്യം 205-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ശറഹ് മുസ്ലിമിലുള്ളത് ഇങ്ങനെ. ഞാൻ കിതാബിന്റെ പേജ് ഇട്ടിട്ടുണ്ട്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നത് ശറഹ് മുസ്ലിമിൽ അങ്ങനെയാണുള്ളത്. ഏതാണുള്ളത് നിങ്ങൾക്ക് കണ്ടെന്ന് മനസ്സിലാവും. നേരെ നോക്കിക്കോളി. ബഹുമാനപ്പെട്ട എന്നിട്ട് എന്താണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറഞ്ഞത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹും ഷാഫി മദ്ഹബിലുള്ള എല്ലാ ഉലമാക്കളും പറയുന്നത് ഖുർആൻ ഓതിയാൽ ഉപകാരം ലഭിക്കുകയില്ല എന്നാണ്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ എന്താണ് പറഞ്ഞത്? ഓതാൻ പാടില്ല എന്നാണോ? ഉപകാരം ലഭിക്കുകയില്ല എന്നാണോ? എന്താണ് ഷാഫി ഇമാം പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഉമ്മ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 1-ാം വാള്യം 322-ാമത്തെ പേജിൽ പറയുകയാണ്, വഉഹിബ്ബു ലൗ ഖുരിഅ ഇൻദൽ ഖബരി വദുഇയ ലിൽ മയ്യിതി വഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു ലൗ ഖുരിഅ ഇൻദൽ ഖബരി ഖബറിനടുക്കൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ വദുഇയ ലിൽ മയ്യിതി മയ്യിത്തിനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഖബറിന് അരികിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്ത് മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഉമ്മ എന്ന ഗ്രന്ഥത്തിൽ 1-ാം വാള്യം 322-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്താണ് ഷാഫി ഇമാമിന്റെ അഭിപ്രായം. ഖുർആൻ പാരായണം ചെയ്താൽ മാത്രം പോരാ. അതാണ് ഉപ്പാട്ട് അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഷാഫി ഇമാമും ഒരു കൂട്ടം പണ്ഡിതന്മാരും പറയുന്നത് ഖുർആൻ പാരായണം ചെയ്താൽ മാത്രം പോരാ, മറിച്ച് ഖുർആൻ പാരായണം ചെയ്തതിന് ശേഷം അല്ലാഹുമ്മ ഔസിൽ സവാബ മാ ഖറഅതഹു ഇലാ ഫുലാൻ. അതാണ് ഇവിടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉമ്മ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത്. ഖുർആൻ പാരായണം ചെയ്ത് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു.
അല്ലാതെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നത് പോലെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, ഷാഫി മദ്ഹബിലുള്ള ഒരു ഉലമാക്കളും പറഞ്ഞിട്ടില്ല. എന്ത് ലാഭത്തിന് വേണ്ടിയാണ് ഈ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്ന് പറയുന്ന ഈ മൗലവി ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നത്? എന്ത് ലാഭത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്ത് ലാഭത്തിന് വേണ്ടിയാണ് പാവങ്ങളായ ജനങ്ങളെ, കിതാബ് അറിയാത്ത ജനങ്ങളെ ഇങ്ങനെ വഴിതെറ്റിപ്പിക്കുന്നത്? അല്ലാതെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഇവിടെ പറഞ്ഞതുപോലെ ഖുർആൻ പാരായണം ചെയ്യണ്ട എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, ഷാഫി മദ്ഹബിലുള്ള ഒരു പ്രമുഖരായ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഷാഫി മദ്ഹബിലുള്ള ഉലമാക്കളെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി തെളിവുകൾ സഹിതം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖുർആൻ പാരായണം ചെയ്ത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്ത് ദുആ ചെയ്താൽ അവരുടെ ഹദ്റത്തിലേക്ക് അത് ലഭിക്കുമെന്ന് എത്ര ഗ്രന്ഥങ്ങളിലാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ശറഹുൽ മുഅദ്ദബ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ 5-ാം വാള്യം 311-ാമത്തെ പേജിലും, തുഹ്ഫത്തുൽ മുഹ്താജിൽ 7-ാം വാള്യം 74-ാമത്തെ പേജിലും, ഹാഷിയത്തു ശർവാനിയിൽ 7-ാം വാള്യം 74-ാമത്തെ പേജിലും അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്ത് അവരിലേക്ക് ഹദിയ ചെയ്താൽ ഉത്തരം അവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്ന് പറയുന്ന ഈ മൗലവി ഇതിനെ നിഷേധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോയെ തന്നെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ബട്ടിക്കണക്കിന് തെളിവ് ഷാഫി മദ്ഹബിലുള്ള ഉലമാക്കളുടെ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ തന്നെ ഇടേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കാരണം ഒരു വീഡിയോ ഒന്നും മതിയാവുകയില്ല. അത്രക്കും തെളിവുകളാണ് ഖുർആൻ പാരായണം ചെയ്ത് മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്താൽ ലഭിക്കുമെന്ന വിഷയത്തിലുള്ളത്. എന്തിനേറെ പറയണം, നിങ്ങൾ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് അപരനാമത്തിൽ വിളിക്കുന്ന നിങ്ങളുടെ ഇബ്നു തൈമിയയുടെ 24-ാം വാള്യം മജ്മുഉൽ ഫത്താവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 24-ാം വാള്യം 364-ാമത്തെ പേജ് ഒന്ന് മറിച്ചു നോക്കണം, അല്ലെങ്കിൽ 300-ാമത്തെ പേജ് ഒന്ന് മറിച്ചു നോക്കണം. അതിലൊക്കെ വളരെ വ്യക്തമായി നിങ്ങളുടെ ഇബ്നു തൈമിയ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ അർ-റൂഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 174-ാമത്തെ പേജ് ഒന്ന് മറിച്ചു നോക്കണം. അല്ലെങ്കിൽ അബ്ദുൽ വഹാബിൻ, നിങ്ങളുടെ ആചാര്യൻ അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥങ്ങളൊന്ന് എടുത്ത് മറിച്ചു നോക്കണം. അതിലൊക്കെ വളരെ വ്യക്തമായി ഖുർആൻ മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഓതിയാൽ അവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞ വീഡിയോ അതുപോലും നിങ്ങൾ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് രംഗത്ത് വരുമെന്ന് എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ വരുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ തെളിവുകളും ഇബ്നു തൈമിയ പറഞ്ഞതും ഇബ്നുൽ ഖയ്യിം പറഞ്ഞതും റൂഹ് എന്ന ഗ്രന്ഥത്തിലുള്ളതും മാത്രമല്ല ഷാഫി മദ്ഹബിലുള്ള ഉലമാക്കളുടെ ഒരു ബട്ടിക്കണക്കിന് തെളിവുകളുമായി ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ വരാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തആല സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇനി അതല്ല സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിക്ക് ഇതുവരെ ശറഹ് മുസ്ലിമിൽ സുന്നത്താണ് എന്ന് പറഞ്ഞത് കണ്ടിട്ടില്ല എങ്കിൽ, ഉമ്മ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കണ്ടിട്ടില്ല എങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും സത്യം മനസ്സിലാക്കണമെന്ന് വിനീതമായി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയോട് അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, തെറ്റിദ്ധരിച്ചു പോയ എല്ലാ മുജാഹിദ് സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, മാമ ഉപ്പാപ്പമാർ, അവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്യണം, ഒരു യാസീനെങ്കിലും ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇനിയൊരു വീഡിയോ ഇടേണ്ട നല്ലൊരു ആവശ്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. ആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.